ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യക്ക് എത്രമാത്രം അഭിമാനകരമായി മാറി എന്നറിയണമെങ്കിൽ പാകിസ്ഥാനിലെ നുർഖാം വ്യോമത്താവള ബേസ് ഒന്ന് കാണണം. ഇന്ത്യൻ വ്യോമസേന ചാർത്തിയ തിലകക്കുറിയാണ് ആ താവളം മുഴുവൻ. കഴിഞ്ഞ ദിവസം ഇറാനുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് അമേരിക്കൻ ഉപരാഷ്ട്രപതി ജഡി വാൻസ് വന്നിറങ്ങിയതും ഇറാനിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ വന്നിറങ്ങിയതും ആ നുർഖാൻ ബേസിലാണ്. റൺവേ മൊത്തം കുഴികൾ, അത് അടച്ചിരിക്കുന്നു, പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നു. എന്തായാലും ഇതിൽ നിന്ന് വ്യക്തമാണ് ഇന്ത്യൻ വ്യോമസേന ആ എയർ ബേസിൽ ഏൽപ്പിച്ച ആഘാതം എത്ര കനത്തതായിരുന്നെന്ന്. 21 മണിക്കൂറിൽ ചർച്ചകൾ അലസിപ്പിരിഞ്ഞ് ജഡി വാൻസ് വിമാനം കയറി വന്നതുപോലെ തിരികെ പോയി. ഇതാദ്യമായാണ് പാകിസ്ഥാൻ ഒരു സമാധാന ദൗത്യം ആതിഥേയത്വം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അലസിപ്പിരിയുമെന്ന് ഏവർക്കും ഉറപ്പുമുണ്ടായിരുന്നു. ഇറാൻ്റെ 2 ശാസ്ത്രജ്ഞന്മാരും 3 നയതന്ത്രജ്ഞരുമാണ് ഈ ചർച്ചയ്ക്കായി എത്തിയത്. ഇറാൻ സംഘം നുർഖാൻ ബേസിൽ വന്നിറങ്ങിയത് ഏറെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു. എങ്ങനെയാണ്? 3 വിമാനങ്ങൾ പാകിസ്ഥാൻ എയർബേസിൽ പ്രവേശിച്ചു. അതിൽ ഒന്നിലാണ് ഇറാൻ സംഘം വന്നത്. ഇസ്രായേൽ വ്യോമാക്രമണത്തെ കരുതി ആണ് ഈ ഒരു വിമാന യാത്രയിൽ പോലും അവർ സുരക്ഷ വളരെ ശക്തമാക്കിയത്. അവർ തിരികെ പോകുമ്പോൾ ഏത് വിമാനത്തിൽ കയറി എന്ന് പോലും പാകിസ്ഥാൻകാർക്ക് പോലും മനസ്സിലായിരുന്നില്ല. ഇനി പാകിസ്ഥാൻ ഹോസ്റ്റ് ചെയ്ത ചർച്ചയിലേക്ക് വന്നാൽ ഈ ചർച്ച അമേരിക്കയുടെയും ട്രംപിൻ്റെയും വെറുമൊരു നാടക സംവിധാനം മാത്രമായിരുന്നു. കാരണം ലോകം മുഴുവനുള്ള നയതന്ത്ര വിദഗ്ധരും ലോക നേതാക്കളും അമേരിക്കൻ സഖ്യകക്ഷികളും എല്ലാം പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരൊറ്റ ഫോൺ കോളിൽ ഈ യുദ്ധം തീരാൻ സാധിക്കും. പക്ഷേ പാകിസ്ഥാന് അത് മാരത്തോൺ ചർച്ച നടത്തിയാലും അവസാനിക്കാത്ത അവസ്ഥയിലാണ് അവിടെ കയറുന്നത്. യുദ്ധം മൂലം കെടുതിലായവരെല്ലാവരും തന്നെ ഇന്ത്യയുടെ ആതിഥേയത്വം അവിടെ വേണമെന്ന് ആവർത്തിക്കുന്നു. അതിനിടയിലാണ് പാകിസ്ഥാൻ ഒരു ഈഗോയുടെ പുറത്ത് ഈ ചർച്ചയ്ക്കായുള്ള ഹോസ്റ്റിംഗ് എന്ന ദൗത്യം ഏറ്റെടുത്തത്. ട്രംപിന് ഒരു നല്ല അരിശമുണ്ട് ഇറാനോട്, ഇന്ത്യയോട് എല്ലാം. കാരണം ട്രംപിനെതിരെ അമേരിക്കക്കാർ പോലും തിരിയാൻ കാരണം ഇപ്പോൾ ഈ ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാനും അമേരിക്കയ്ക്കുമിടയിൽ സമാധാന ദൗത്യം നടത്തുന്നില്ല എന്ന് മാത്രമല്ല, യുദ്ധത്തിൻ്റെ ഭാഗമായി ഏറ്റവും പ്രാഥമികമായി ഉയരേണ്ട എണ്ണ വില പോലും ഇന്ത്യയിൽ ഉയരുന്നില്ല. ഇന്ത്യൻ കപ്പലുകൾ ഹോർമുസ് വഴി ഒരു മയവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു. ഇന്ത്യ ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നുമൊക്കെ യഥേഷ്ടം എണ്ണ വാങ്ങി ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു. ഈ എണ്ണ ഇറാൻ സംസ്കരിച്ച് ഇന്ത്യയിൽ മാത്രം ഉപയോഗിക്കാനല്ല, അത് ഇന്ത്യൻ സർക്കാർ അത് വിറ്റഴിക്കുകയാണ്. കാരണം നമ്മുടെ വരുമാനമാണത്. നമ്മുടെ നയതന്ത്ര സംവിധാനങ്ങൾ കൊണ്ട് നമ്മൾ നേടിയെടുത്ത ആ ഇറാനിലെയും റഷ്യയിലെയും ഇന്ധനം അത് ഇന്ത്യയിൽ യാതൊരു തടസ്സവുമില്ലാതെ തന്നെ അത് ശുദ്ധീകരിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരിടക്കാലത്തേക്കെങ്കിലും ഒരു ഇന്ധനക്ഷാമം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ സാമ്പത്തികമായ യുദ്ധം ഇന്ത്യയെ അങ്ങനെ തളർത്തുമെന്നോ ഒരു ഭീതിയില്ല. എന്തായാലും മധ്യസ്ഥ ചർച്ചകളിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടതിൽ സന്തോഷിക്കുന്ന ഒരുപാട് അയൽരാജ്യങ്ങളുണ്ട്. പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിലെങ്കിലും ആ യുദ്ധം അങ്ങ് തീരട്ടെ എന്നാണ് ഇന്ത്യ കരുതിയത്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയമോ ഇതേപ്പറ്റി ഒരു പ്രതികരണവും നടത്താത്തത്. എന്തായാലും പാകിസ്ഥാൻ്റെ മണ്ണിൽ വച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടത്തി എന്നതേ ഉള്ളൂ. അല്ലാതെ പാകിസ്ഥാൻ ഒരു സ്ഥലമൊരുക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു ദൗത്യവും മറ്റൊരു ഉത്തരവാദിത്വം അതിനുണ്ടായിരുന്നില്ല. എന്തായാലും ചർച്ചകൾ അലസി. ഇനിയുള്ള റോൾ ഇന്ത്യയുടെ തീരുമാനം, ഈ യുദ്ധം മുന്നോട്ട് പോകുന്നതിൽ ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിലാണ്. കാത്തിരുന്ന് കാണാം ഇന്ത്യ ഇനി എന്ത് ചെയ്യുമെന്ന്. നമുക്ക് കാത്തിരുന്ന് തന്നെ വീക്ഷിക്കേണ്ടി വരും.